നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ശബരിമലയിലെ ദ്വാരകപാലക സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേസെടുക്കാൻ അധികാരമില്ലാത്തതിനാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. സ്വർണ്ണ തട്ടിപ്പിൽ പോലീസാണ് ക്രിമിനൽ കേസെടുക്കേണ്ടത്. അന്വേഷണത്തിന് ഹൈക്കോടതി കമ്മീഷനെയും നിയോഗിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സഹായി വാസുദേവനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരുന്നതിനാൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ദേവസ്വം വിജിലൻസ് നിലപാട്. ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ 2019 അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം തട്ടിയെന്നും വിജിലൻസ് കണ്ടെത്തി. ശബരിമല ശ്രീകോവിലിന്റെ വാതിലെന്ന് പറഞ്ഞ് പ്രദർശനവും പൂജയും നടത്തിയാണ് ഭക്തരിൽ നിന്ന് പണം തട്ടിയത്. പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ഹൈക്കോടതിയെ ധരിപ്പിക്കും. ആവശ്യമെങ്കിൽ വീഡിയോ തെളിവുകളും കോടതിയിൽ സമർപ്പിക്കും. സന്നിധാനത്തിൽ നിന്ന് സ്വർണ്ണപ്പാളികളുമായി 2019 പോറ്റി നടത്തിയ യാത്ര വിശദമായി പരിശോധിച്ചു വരുന്നു. അന്ന് തന്നെ ഏൽപ്പിച്ചത് ചെമ്പു പാളികളാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇയാൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരം ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു തുടങ്ങി. 2 മാസത്തിനിടെ 1 കോടി രൂപയുടെയും ആകെ 30 കോടിയിലധികം രൂപയുടെയും ഭൂമി ഇടപാട് നടന്നതായാണ് ലഭിച്ച വിവരം. പോറ്റി വൻ പലിശയ്ക്ക് പണം നൽകിയവരുടെ വിവരങ്ങളും ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു. കർണാടകയിലെ ബംഗളൂരു ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇയാൾ പണപ്പിരിവ് നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തെറ്റുകാരനല്ലെന്നും പറയാനുള്ളത് കോടതിയിൽ അറിയിക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം.